ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ്. നമുക്ക് അതിൽ ഇറങ്ങാം. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് പണിക്കാരോട് എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയാണ്, നമ്മൾ സ്ട്രക്ചറിൻ്റെ പണിക്കാരുടെ വണ്ടിയാണ്. നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പണിക്കാരതാക്കുന്ന മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചറിൻ്റെ പണിക്കാരതാക്കുന്ന വെയിലൊന്നും നോക്കാതെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മഞ്ചേരി കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട്, അത് എടുത്തിട്ട് വരാം. കാരണം പണിക്കാരെ വിട്ടാൽ ശരിയാവില്ല, കാരണം അവർ പണിയിലാണ്. അതിൻ്റെ ഇടയിൽ പണി നിർത്തി വെച്ച് പോകേണ്ടി വരും. അപ്പോൾ നമ്മളേതായാലും മഞ്ചേരിക്ക് പോകണം. കുറച്ച് ലൈറ്റിംഗ് അറസ്റ്റർ, ACDB DCDB അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് കൊറിയർ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മഞ്ചേരി എത്തിട്ടോ. മഞ്ചേരിക്കൊക്കെ ഞാൻ ഇവിടുത്തെ കോവിലകം കാണിച്ചു തരാം. ഈ ഏരിയക്ക് പറയൽ കോവിലകം കൊണ്ടെന്നാണ്. അവിടേക്കൊന്ന് പോയേക്കാം. കോലോകത്തിൻ്റെ പഴയ പല ഭാഗങ്ങളും പൊളിഞ്ഞിറക്കണൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളൊക്കെ കേട്ടോ. കോവിലത്തേക്കുള്ള വേറെ എൻട്രി. നമ്മൾ കോവിലത്തേക്ക് ഒരു വൈകുന്നേരമൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ എന്തൊക്കെയോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വൈകുന്നേരം സമയത്തൊക്കെ മഞ്ചേരിക്ക് വന്നു കഴിഞ്ഞാലേ, വൈകുന്നേരം എന്നല്ല ഏത് സമയത്ത് എന്തായാലും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഈ ആൽമരത്തിൻ്റെ താഴെ ഉത്സവം തുടക്കമല്ല കേട്ടോ, സമാപനമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കാണിച്ചെന്ന അമ്പലമല്ലേ, അമ്പലത്തിൽ നിന്ന് 7ാമത്തെ ദിവസം ഇവിടേക്ക് വരും എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ തറ ചുറ്റും പെയിൻ്റ് അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ കേട്ടോ. ഇവിടെ നിൽക്കാൻ അധികം സമയമില്ല, നമ്മൾ കൊറിയറോടെ വന്ന് കിടക്കാണ്. ഏതെല്ലാം നമുക്കിനി പോയി നോക്കാം. ഇതെല്ലാം കോവിലകത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ് അതെല്ലാം. ഇതിപ്പോൾ പ്രോഗ്രാം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ കോളാണ് കേട്ടോ. നാലമ്പലത്തിനുള്ളിൽ മൊബൈൽ ഫോൺ, ഫോട്ടോഗ്രാഫി, വീഡിയോ ചിത്രീകരണം എന്നീ പാടത്തില്ല. അതുകൊണ്ട് നമ്മൾ കയറണമെന്നില്ല കേട്ടോ. മുന്നിലതാ ഈ ഗ്രില്ലൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ആളുകൾ വെറുതെ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ട് പിന്നെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിലെത്തിട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊറിയർ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറ്റിയാണ്. ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് കൊറിയർ വന്നത്. വണ്ടിയിൽ ഫുള്ള് ലോഡായിട്ട് നമ്മൾ വന്നപ്പോൾ കാലായിട്ട് വന്ന വണ്ടിയാണ്. അത്യാവശ്യം സാധനങ്ങൾ കയറി. ഇനി നമുക്ക് പോകണ വഴിക്ക് നമ്മൾ ഇന്നലെ ഒരു ഓഫീസിൽ പോയില്ലായിരുന്നു, അവിടെ നിന്ന് പോകാനുണ്ട്. അവിടെ നിന്ന് ഒരു കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് കുടക്കല്ല് എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പട്ടർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാഴ്ച മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ, പട്ടർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ കുടക്കല്ലിനെ പറ്റിയിട്ട്. ഏകദേശം 2000 വർഷം പഴക്കമാണ് ഇതിനുള്ളത്. ഇനി അതിൻ്റെ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ വരാനുണ്ട്. ഞാൻ ഈ ജസ്റ്റ് ഇതിന് മുന്നേ ഞാൻ എടുത്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചില്ല. അത് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ. ഇതാ നമ്മളെ ഇന്നലത്തെ അൺലിമിറ്റഡ് വത്തക്ക. ഇതാട്ടോ നമ്മൾ വിളിച്ചു വേണ്ടത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സാധനം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് ഇപ്പോൾ എടുത്ത സാധനമാണിത്. അങ്ങനെ അതെല്ലാം പണിക്കാർക്ക് കൊടുത്തിട്ട് നമ്മളിതാ കീശ്ശേരി KCB എത്തിട്ടോ. ഇവിടെയും കുറച്ച് പേപ്പേഴ്സ് കൊടുക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വാച്ചിന് സ്ക്രീൻ കാർഡ് ഇടാൻ പോയപ്പോൾ അതാക്കണം അവിടെ ഓപ്പോൻ്റെ പുതിയ ഇറങ്ങിയ ഫോൺ വെള്ളത്തിലിട്ടിട്ട് ഡെമോ ഒക്കെ കാണിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയതൊരു വെഡിങ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോഴേക്കും സമയം 7:30 കേട്ടോ. പിന്നെ വൈകാതെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ സ്ഥലം മലപ്പുറം ആയതുകൊണ്ട് വൈകുന്നേരത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഭക്ഷണത്തിനൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.